നമസ്കാരം. ഇത് ഗ്രൂപ്പിൽ വന്ന FB ഗ്രൂപ്പിലെ ഒരു പേജിൽ വന്ന ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊരു കഥയായിട്ടും നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചില കഥകൾ KK ശൈലജ ടീച്ചർ പങ്കുവച്ചത് ഓർമ്മയില്ലേ? എത്രയോ വയസ്സായ മുത്തശ്ശിമാർ, അമ്മച്ചിമാർ പിണറായി വിജയനെ മകനായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അവർക്ക് പിണറായി വിജയനേക്കാൾ പ്രായം കുറവായിരിക്കും. എന്നാലും പിണറായി സഖാവിനെ മകനായി കാണുന്ന ചില അമ്മച്ചിമാരുടെ, മുത്തശ്ശിമാരുടെ കഥകൾ നമ്മൾ കേട്ടതാണ്. അധികം ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് ഈ കഥയൊന്ന് വായിക്കാം. കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു വീട്ടിൽ കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രിന്റർ സർവീസ് ചെയ്യാനാണ് ഞാൻ പോയത്. ഒരാളുടെ അനുഭവമാണ് കേട്ടോ. ഫോൺ വിളിച്ചപ്പോൾ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ആ വീട്ടിലെ ഗ്രഹനാഥൻ ഈ പ്രിന്റർ സർവീസ് ചെയ്യുന്ന ആളോട് പറഞ്ഞു, താക്കോൽ പുറത്ത് ചെടിച്ചട്ടിയിൽ വച്ചിട്ടുണ്ട്, അകത്ത് കയറി സർവീസ് ചെയ്തോളൂ. എനിക്ക് അതിന് മടിയായി. ഇയാൾ പറയുകയാണ്, സർവീസ്മാൻ പറയുകയാണ്, വേണ്ട, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ വിശ്വാസത്തോടെ ഞാൻ അകത്ത് കയറി പ്രിന്റർ നന്നാക്കി പണി തീർത്ത് പുറത്തിറങ്ങുമ്പോൾ അല്പം ചമ്മലോടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. ഈ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ച് ചോദിക്കുകയാണ്, ഇക്ക എന്നെ ഇത്ര വിശ്വസിച്ച് വീട്ടിൽ കയറാൻ പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ മറുവശത്ത് നിന്ന് ഒരു ചെറു ചിരിയോടെ വന്ന മറുപടി എന്റെ ഉള്ളിൽ തൊട്ടു. മോനെ, നീ പിണറായി വിജയന്റെ നാട്ടുകാരനല്ലേ? അത് തന്നെ മതി, അതാണ് എന്റെ വിശ്വാസം. സഖാവ് ചില വാക്കുകൾ പ്രസംഗങ്ങളെക്കാൾ ശക്തമാണ് എന്ന് പറയുന്നു. ചില ചിത്രങ്ങളും പ്രിന്റർ നന്നാക്കുന്നതിന്റെ ചില ചിത്രങ്ങളുമൊക്കെ ഈ കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം, ഇക്ക എന്നെ ഇത്ര വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു ഇക്കയോടാണ് ചോദിക്കുന്നത്. ഇക്കയുടെ വീട്ടിലെ പ്രിന്ററാണ് നന്നാക്കാൻ പോയത്. പിന്നെ ഈ പിണറായി വിജയന്റെ നാട്ടുകാരനാണ് ഇദ്ദേഹം എന്നതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ച് ഏത് വീട്ടിലും ഏത് സമയത്തും ഇയാളെ കയറ്റാം എന്നതിന്റെ ആ ഒരു വിശ്വാസ്യത, ആ ഒരു കരുതൽ ഒക്കെ തന്നെ ഈ ആൾക്കുണ്ടാകും എന്നതിന്റെ ഒരു കഥയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവ സാക്ഷ്യം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പോസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോശം വ്യക്തിയാണെങ്കിൽ, എൻ്റെ നാട്ടുകാരൻ ഏത് രീതിയിലായിരിക്കും എന്ന് എൻ്റെ നാടിന് പുറത്തുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു മോഷ്ടാവുണ്ടായിരുന്നു. അപ്പം കായംകുളത്തുകാരെല്ലാം മോഷ്ടാക്കളാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് കായംകുളത്ത് ജനിച്ചു വളർന്നവരും ഇപ്പോൾ ജനിച്ചു വളരുന്നവരുമൊക്കെ മോഷ്ടാക്കളാണോ, അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ കള്ളന്മാരാണോ? പിണറായി സഖാവിന്റെ നാട്ടുകാരനായതുകൊണ്ട് മാത്രം ആ ഒരു വിശ്വാസ്യത കൈവന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. നമ്മുടെ മുഖ്യമന്ത്രി സത്യസന്ധനും അതുപോലെ തന്നെ തെറ്റുകളോ അല്ലെങ്കിൽ അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ നാട്ടുകാരനായതിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. അദ്ദേഹം സഖാവാണ്, പിണറായി വിജയന്റെ നാട്ടുകാരനാണ്, പിണറായിക്കാരനായിരിക്കും. അല്ലെങ്കിൽ ധർമ്മടംകാരനാകാൻ സാധ്യതയില്ല, എന്നാലും പിണറായിക്കാരനായിരിക്കും. അപ്പം തളിപ്പറമ്പിലെ വീട്ടിലേക്ക് പിണറായിക്കാരനായ ഒരു സർവീസ്മാൻ കടന്നു വരുന്നു. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട്, പിണറായി സ്വദേശിയാണ് എന്നതുകൊണ്ട് മാത്രം വീട്ടിനകത്ത് കയറി പ്രിന്റർ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സർവീസ് ചെയ്തുകൊള്ളാൻ പറയുന്നു ഒരു ഇക്ക. എന്തായാലും ഇക്കയ്ക്കും ഈ സർവീസ് ചെയ്യാൻ പോയ സഖാവിനും പിണറായി സഖാവിനുമൊക്കെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. കഥകൾ തുടരട്ടെ. PR വർക്ക് ഏജൻസി ഒന്ന് മാറ്റിപ്പിടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ DNA ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കഥകളായി അവതരിപ്പിച്ചുകൊണ്ടുള്ള PR വർക്ക് ഇന്നത്തെ കാലത്ത് എത്രത്തോളം യേശും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും, പരിശോധിക്കുന്നത് നന്നായിരിക്കും. PR ഏജൻസി, ഈ പുതിയ PR ഏജൻസിയെ വെക്കുന്നില്ലെങ്കിൽ പഴയ PR ഏജൻസിയോട് അടവുകൾ ഒന്ന് മാറ്റിപ്പിടിക്കാനെങ്കിലും പറഞ്ഞാൽ അത് വളരെയധികം നന്നായിരിക്കും. പിണറായി സ്വദേശി ആയതുകൊണ്ട് പിണറായിക്കാരെ ഏത് അവസ്ഥയിലും ഏത് സമയത്തും വീട്ടിലൊക്കെ കയറ്റാം എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാ നാട്ടുകാരും ഇതുപോലെ തന്നെ ആകട്ടെ, സത്യസന്ധരാകട്ടെ. മുഖ്യമന്ത്രിയുടെ നാട്ടുകാരെ പോലെ സത്യസന്ധരും ധർമ്മിഷ്ഠരും ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യും. കഥ അവസാനിച്ചു. കഥയെക്കുറിച്ച്
പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്.